സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികളൊപ്പം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സലീംകുമാറിന്റെ മരണവാർത്ത അറിഞ്ഞ് ആശുപത്രിയിലേക്കും അദ്ദേഹത്തിന്റെ വസതിയിലേക്കുമൊക്കെ എത്തുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തിയതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീർച്ചയായും നിരവധി സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ അവസാനമായ ഒരു നോക്ക് കാണാൻ ആശുപത്രിയിലേക്കും ഒപ്പം അദ്ദേഹത്തിന്റെ വസതിയിലേക്കും ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നമ്മയൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ കലാകാരൻ സലീംകുമാറിന് വിട ചൊല്ലുകയാണ് കലാസാംസ്കാരിക രാഷ്ട്രീയ കേരളം. 56 വയസ്സായിരുന്നു. ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അദ്ദേഹം നേരത്തെ കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പുറത്തേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുവാനായി നേരിട്ട് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രി അന്തരിച്ച നടൻ സലീംകുമാറിന്റെ ഭൗതികദേഹം ഇപ്പോൾ മോർച്ചറിക്ക് പുറത്തേക്ക് എത്തിക്കുകയാണ്. എങ്ങനെ വിട ചൊല്ലും സാംസ്കാരിക കേരളം? കാരണം അത്രമേൽ മലയാളികളെ ചിരിപ്പിച്ച ചിരിക്കുടുക്കയായിരുന്നു സലീംകുമാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മൺമറയുമ്പോൾ സ്വാഭാവികമായും കണ്ണീർ പൊഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. കാരണം നമ്മുടെയൊക്കെ ചിരിക്ക് പുതിയൊരു മാനം നൽകിയ ഒരു പ്രിയപ്പെട്ട സ്വഭാവ നടൻ, ഹാസ്യനടൻ, അതിലുപരി സംവിധായകൻ, എഴുത്തുകാരൻ, അങ്ങനെ സലീംകുമാറിന് എത്രയേറെ വിശേഷണങ്ങളാണ് നമ്മൾ ചാർത്തിക്കൊടുക്കുക. 2000 കാലഘട്ടം എന്ന് പറയുന്നത് സലീംകുമാറിൻ്റെ ഒരു വസന്തകാലമായിരുന്നു. കൊച്ചിൻ ഹനീഫയോടൊപ്പം, ജഗദീഷ് ശ്രീകുമാറിനോടൊപ്പം, കലാഭവൻ മണിയോടൊപ്പം ഒക്കെ ചേർന്ന് സ്വന്തമായ ഒരു ഹാസ്യ സാമ്രാജ്യം വെട്ടിപ്പടുത്ത ഒരു അനശ്വര നടൻ കൂടിയാണ് സലീംകുമാർ എന്ന് പറയുന്നത്. കൃത്യമായ നിലപാടുകൾ, വ്യക്തമായ നിരീക്ഷണങ്ങൾ, ഒപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടൻ കൂടിയാണ് വിട പറയുന്നത്. എന്തായാലും വിട ചൊല്ലാൻ കേരളത്തിന് കഴിയില്ല. കാരണം അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളിലൂടെ ഇനിയും ജീവിക്കും. ഗൗതം, എന്തായാലും ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ജിജീഷ് ഉണ്ട് ആശുപത്രിയിൽ. ജിജീഷ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആശുപത്രിക്ക് പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാം. ഒപ്പം സിനിമാ രംഗത്തെയും സാമൂഹിക രംഗത്തേക്കും ഏതൊക്കെ പ്രമുഖരാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്? കൊണ്ടുപോകുന്നു. പൊതുദർശനം നടക്കുന്ന പറവൂർ ടൗൺ ഹാളിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. നേരത്തെ നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫ് വ്യക്തമാക്കിയിരുന്നു 8 മൃതദേഹം മണി മുതൽ അവിടെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു. ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ ആളുകൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ്രൂ ജോസഫ് അടക്കമുള്ള ആളുകളെ ദൃശ്യങ്ങളിൽ ഇവിടെ കാണാം. അവരെല്ലാവരും തന്നെ അരികിൽ തന്നെയുണ്ട്. 9 മണിക്ക് പറവൂർ ടൗൺ ഹാൾ സൗകര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കും. പറവൂരിലുള്ള ലാഫിംഗ് വില്ലയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ വസതിയിലാണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ മരണവിവരം അറിഞ്ഞ് ഈ അമൃത ആശുപത്രിയിലേക്ക് അദ്ദേഹം ഇവിടെ ചികിത്സയിലായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ഇരിക്കെ ഇന്നലെ 10:43 കൂടിയായിരുന്നു മരണം സംഭവിച്ചത്. മുമ്പ് പലപ്പോഴും ജീവിതത്തിലേക്ക് പല ഘട്ടങ്ങളിലും ഇതിനെയെല്ലാം അസുഖങ്ങളെ തരണം ചെയ്ത് തിരിച്ചു വന്ന നടൻ സലീംകുമാർ ഇത്തവണ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വിട പറഞ്ഞു. ആ ഒരു നിമിഷം മുതൽ തന്നെ ഇന്നലെ രാത്രി നടൻ ദിലീപ് എത്തിയിരുന്നു. ഒപ്പം തന്നെ ശ്വേതാ മേനോൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാനാകാത്ത വലിയ നഷ്ടമാണ്. തങ്ങൾക്ക് ഒരു സഹപ്രവർത്തകനെ മാത്രമല്ല സഹോദരനെ കൂടിയാണ് നഷ്ടമായത് എന്നൊരൊറ്റ വാക്കുകൊണ്ട് തന്നെയാണ് സലീംകുമാർ എന്ന വ്യക്തിത്വത്തെ ഇവരെല്ലാവരും, അത് സിനിമാ മേഖലയിലുള്ളവരാണെങ്കിലും രാഷ്ട്രീയ രംഗത്തുള്ളവരാണെങ്കിലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കം നടത്തിയ അനുസ്മരണങ്ങളിലെല്ലാം ആ ഒരു വാക്കുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയത്. അങ്ങനെ പറവൂരിൻ്റെ പൊതുവേദികളിൽ കൂടി സജീവമായിരുന്ന സലീംകുമാർ നിശ്ചലനായി വീണ്ടും അവർക്ക് അരികിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം
പറവൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാരണം സാംസ്കാരിക മേഖലയിലടക്കം അവിടെ സജീവമായി തന്നെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. സലീം കുമാർ പങ്കെടുത്തിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് നൽകിയ സ്വീകരണ സമ്മേളനത്തിലായിരുന്നു അത്തരത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല പറവൂരിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് തൻ്റെ അഭിപ്രായങ്ങൾ സ്വതസിദ്ധമായ ശൈലിയിൽ തുറന്നു പറയാൻ സലീം കുമാർ എല്ലാ ഘട്ടത്തിലും തയ്യാറാവുകയും ചെയ്തിരുന്നു. അതെല്ലാം തന്നെയാണ് പറവൂരുകാർക്ക് അദ്ദേഹത്തെ പ്രിയപ്പെട്ടവനാക്കുന്നത്.